കശ്മീർ നിലപാട് കാലുഷ്യം കൂട്ടുമോ എന്നാണ് സൂപ്പർ പ്രൈം ടൈം ആദ്യം ചർച്ച ചെയ്യുന്നത്. ശ്രീ MK ഭദ്രകുമാർ, കശ്മീർ വിഷയം ചർച്ച ചെയ്യാനില്ല, പക്ഷേ ഇപ്പോൾ കശ്മീരിൽ ഉണ്ടായിരിക്കുന്ന ഈ സംഭവങ്ങൾ മുഴുവൻ അതിർത്തി കടന്നുള്ള ഭീകരവാദത്തിൻ്റെ ഭാഗമാണ്. അതുകൊണ്ട് ആ കാര്യം മാത്രമായി ചർച്ചയ്ക്ക് തയ്യാർ എന്ന ഇന്ത്യയുടെ നിലപാട് ശരിയായ ദിശയിലുള്ളതാണോ? ഒരു യാഥാർത്ഥ്യ ബോധത്തോടുകൂടി സംസാരിക്കുകയാണെങ്കിൽ, ഈ പ്രശ്നത്തെ നമ്മൾ സമീപിക്കുകയാണെങ്കിൽ, അതിനെക്കുറിച്ച് അഭിപ്രായ പ്രകടനം നടത്തുകയാണെങ്കിൽ, ഇന്നത്തെ സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള ഒരു നിലപാടല്ലാതെ വേറൊരു നിലപാട് സ്വീകരിക്കാൻ ഈ സർക്കാരിനല്ല ഒരു സർക്കാരിനും സാധ്യമാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ അത് ഒരു വിവാദ വിഷയമാക്കേണ്ട ആവശ്യമില്ല. വേറെ ചില കാര്യങ്ങളും കൂടെ ഉണ്ട് അതിൻ്റെ ഡൗൺ സ്ട്രീമിൽ. എൻ്റെ നിഗമനത്തിൽ ഫോറിൻ സെക്രട്ടറി തലത്തിലുള്ള സംഭാഷണം, ചർച്ചകൾ പുനരാരംഭിക്കാൻ ഉള്ള സന്നദ്ധത, അതാണ് കാതലായ വിഷയം. എന്നുവെച്ചാൽ അത് പാകിസ്ഥാൻ വളരെ ആഗ്രഹിക്കുന്ന ഒരു സംരംഭമാണ്. അതിന് പല കാരണങ്ങളാൽ അത് നടന്നില്ല. അപ്പോൾ കലുഷമായിരിക്കുന്ന ഇന്നത്തെ സാഹചര്യത്തിലും അതിന് നമ്മൾ സന്നദ്ധത പ്രകടിപ്പിച്ചിട്ടുള്ളത് ഒരു നല്ല കാര്യമാണ്. ഒരു കൺസ്ട്രക്റ്റീവ് എൻഗേജ്മെൻറ്റ് ഉള്ള വഴി തുറക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് മാത്രം പറയാം. പിന്നെ മൂന്നാമതായിട്ട് ഇത് കാണേണ്ടത്, ഇത് നമ്മൾ യാഥാർത്ഥ്യബോധം എന്ന് ഞാൻ പറഞ്ഞപ്പോൾ, കാശ്മീർ പ്രശ്നം ഒരു കാലത്തും ഫോറിൻ സെക്രട്ടറി തലത്തിലുള്ള ഒരു ചർച്ചാ വിഷയം അല്ലായിരുന്നു. അവർക്ക് ഫോറിൻ സെക്രട്ടറിമാർക്ക് തീരുമാനിക്കാവുന്നതും പരിഹരിക്കാവുന്നതും ആയിട്ടുള്ള ഒരു പ്രശ്നമല്ല കാശ്മീർ പ്രശ്നം. അത് UPA സർക്കാരിൻ്റെ സമയത്തും വളരെ ഇൻറ്റൻസീവായിട്ടും സസ്റ്റെയിൻഡായിട്ടുമുള്ള ബാക്ക് ചാനലായിരുന്നു പ്രവർത്തിച്ചിരുന്നത്. അല്ലെങ്കിൽ വാജ്പേയി സർക്കാരിൻ്റെ സമയത്ത് തന്നെയും, വാജ്പേയിയുടെ സമയത്ത് അന്നത്തെ NDA സർക്കാരിൻ്റെ സമയത്ത് RK മിശ്ര ഇത്തരത്തിലുള്ള ഒരു ബാക്ക് ചാനലായിട്ട് പ്രവർത്തിച്ചിരുന്നു. അപ്പോൾ മറ്റുള്ള ഇന്ത്യ പാകിസ്ഥാൻ ബന്ധങ്ങളെ അത് ഫോറിൻ സെക്രട്ടറി തലത്തിൽ ചർച്ച ചെയ്യുന്ന സമയത്ത് ഒരു കോസ്മെറ്റിക് പർപ്പസിന് വേണ്ടി ഒരു വർക്കിംഗ് ഗ്രൂപ്പ് കാശ്മീരിന് വേണ്ടി നമുക്ക് ഇയർമാർക്ക് ചെയ്യാമെന്നുള്ളതല്ലാതെ സബ്സ്റ്റാൻറ്റീവായിട്ടുള്ള, ഇപ്പോൾ കസൂരിയുടെ പുസ്തകത്തിൽ നിന്നും മറ്റും നമുക്ക് മനസ്സിലാക്കാമല്ലോ, ഈ UPA സർക്കാരിൻ്റെ സമയത്ത് ഏതാണ്ട് ഒരു 2007-2008 എത്തുന്ന സമയത്ത് ഒരു തരത്തിലുള്ള ഒരു ധാരണ ഉരുത്തിരിഞ്ഞു വന്നതായിരുന്നു. പിന്നെ പാകിസ്ഥാനിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ കൊണ്ടും മറ്റു പല കാരണങ്ങൾ കൊണ്ടും അത് മുന്നോട്ട് പോയില്ല എന്നുള്ളതാണ്. അപ്പോൾ അതുപോലെ ബാക്ക് ചാനൽ പ്രവർത്തിക്കാം. അപ്പോൾ ബാക്ക് ചാനൽ പ്രവർത്തിക്കുന്നതിന് ഒരു തരത്തിലുള്ള ഒരു അറ്റ്മോസ്ഫിയറിക്സ് വേണം. പാകിസ്ഥാൻ്റെ ഒരു വലിയൊരു ആവശ്യമാണ് ഈ ഫോറിൻ സെക്രട്ടറി ലെവൽ ടോക്സ്, ഡയലോഗ് എന്ന് വിശേഷിപ്പിക്കാം, അത് തുടങ്ങണമെന്നുള്ളത്. അപ്പോൾ അത് തുടങ്ങാനുള്ള നമ്മുടെ സന്നദ്ധത ഒരു കവാടം തുറക്കുകയാണ്. അത് നമ്മൾ ഒരു പാത്തിലോട്ട് കടക്കുകയാണ്. ആ പാത്തിൽ ഒരുപാട് ഹേർഡിൽസും കാര്യങ്ങളുമൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം തീർച്ചയായിട്ടും. പക്ഷേ കവാടം തുറക്കുന്നു എന്നുള്ള നിലയിൽ അതൊരു തരത്തിലുള്ള ഒരു പ്രതീക്ഷ ഉളവാക്കുന്നു. പിന്നെ അൾട്ടിമേറ്റ്ലി ഇന്നത്തെ സാഹചര്യത്തിൽ എനിക്ക് തോന്നുന്നില്ല കാശ്മീരിനെക്കുറിച്ച് കൺസ്ട്രക്റ്റീവായിട്ടുള്ള ഒരു ചർച്ചയ്ക്കുള്ള ഒരു അന്തരീക്ഷം ഇന്ന് വാലിയിലില്ല. വാലിയിലെ സ്ഥിതിവിശേഷവും കണക്കിലെടുത്തുകൊണ്ടാണ്. ഇപ്പോഴിതൊരു 3 മാസം മുമ്പായിരുന്നുവെങ്കിൽ, ഈ ബുർഹാൻ വാനിയെ കൊല്ലുന്നതിന് മുമ്പായിരുന്നു ഇത്തരത്തിലുള്ളൊരു ചുവടുവെപ്പ് നമ്മൾ എടുത്തിരുന്നുവെങ്കിൽ അത് ഉടനെ തന്നെ മറ്റു ചില സംഭവ വികാസങ്ങൾ അതിൽ നിന്നും തുടർച്ചയായിട്ട് ഡൗൺ സ്ട്രീം ഉണ്ടാകാൻ സാധ്യതയുണ്ടായിരുന്നു. ഇപ്പോൾ കാശ്മീരിനെ കുറിച്ച് സബ്സ്റ്റാൻറ്റീവായിട്ടുള്ള ഒരു ഡിസ്കഷനുള്ള സാധ്യത ഞാൻ കാണുന്നില്ല. ആദ്യം ഇന്നലെ രാജ്നാഥ് സിംഗിൻ്റെ മീറ്റിങ്ങിൽ അദ്ദേഹം എടുത്ത നിലപാട്, ആദ്യം അവിടുത്തെ ഗ്രൗണ്ട് സിറ്റുവേഷൻ ഭേദപ്പെടണം, അതിനുശേഷം വേണം മറ്റുള്ള കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാൻ. ശരി, ഡോക്ടർ PJ വിൻസെൻ്റ്, ഏത് സാഹചര്യമായാലും പാകിസ്ഥാൻ തുറന്ന സമീപനം പുലർത്തുന്നുണ്ട്. അതിന് പിന്നിൽ അവരുടെ താല്പര്യങ്ങൾ എന്തോ ആകട്ടെ. ഇപ്പോൾ ഇവിടെ തന്നെ കശ്മീരുമായി ബന്ധപ്പെട്ട ചർച്ചയാകാമെന്ന് പറയുന്നു. 2 പ്രധാനമന്ത്രിമാർ 2 സ്ഥലത്തിരുന്ന് 2 സന്ദർഭങ്ങളിൽ കശ്മീർ വിഷയം കൈകാര്യം ചെയ്യുന്നുണ്ട്. അതാകാം. പക്ഷേ 2 പേർക്കുമിടയിൽ ഏറ്റവും സജീവമായി നിൽക്കുന്ന ഈ വിഷയം മുഖാമുഖം ചർച്ച ചെയ്യാൻ കഴിയില്ല എന്ന സമീപനം ഇന്ത്യ പുലർത്തുന്നതാണോ ശരിയായ ദിശയിലുള്ളത്? അതോ ഏത് ഘട്ടത്തിലും ചർച്ചയ്ക്ക് തയ്യാറെന്ന പാകിസ്ഥാൻ്റെ നിലപാടോ? യഥാർത്ഥത്തിൽ ചർച്ചയും ഭീകരവാദവും ഒരുമിച്ച് കൊണ്ടുപോകാൻ സാധിക്കില്ല എന്നുള്ള നിലപാട് ഭാരതം എടുത്തിരുന്നു.
യഥാർത്ഥത്തിൽ ഈ ചർച്ചയും ഭീകരതയ്ക്കെതിരായിട്ടുള്ള നിലപാടുകളും ഒരേ സമയം കൊണ്ടുപോവുകയാണ് തന്ത്രപരമായി ശരി. പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ 1970 അവസാനമായപ്പോൾ തന്നെ പരാജയത്തിലേക്ക് നീങ്ങുന്ന ഒരു രാഷ്ട്രം എന്ന നിലയ്ക്ക് ലേബൽ ചെയ്യപ്പെട്ടതാണ്. അവിടെ നിരവധി ഘടകങ്ങൾ ഉണ്ട്. ഇപ്പോൾ പഞ്ചാബ്, സിന്ധ് അടങ്ങുന്ന ഒരു കേന്ദ്രത്തിനപ്പുറത്തേക്ക് ബലൂചിസ്ഥാനും അതുപോലെ പത്താൻ മേഖലയും സ്വാത്ത് വാലിയും പാക് ഒക്കുപൈഡ് കാശ്മീരും ഒക്കെ മോരും മുതിരയും പോലെ വ്യതിരിക്തമായി കിടക്കുകയാണ്. പാകിസ്ഥാനെ ഐക്യപ്പെടുത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ഇന്ത്യ വിരുദ്ധതയിൽ അധിഷ്ഠിതമായ ഋണാത്മക ദേശീയതയാണ്. അതുകൊണ്ട് എത്ര ചർച്ച ചെയ്താലും പാകിസ്ഥാനിൽ ആഭ്യന്തര പ്രശ്നങ്ങൾ ശക്തിപ്പെടുമ്പോൾ അവർ ഇന്ത്യ വിരുദ്ധത ഒരായുധമായി പ്രയോഗിക്കും. ശരി, അത് പാകിസ്ഥാൻ്റെ പരിമിതിയോ പാകിസ്ഥാൻ്റെ പ്രത്യേക തരത്തിലുള്ള നിലപാടോ ഒക്കെ ആകാം. മറിച്ച് അങ്ങനെയെങ്കിൽ മഹനീയമായ മാതൃകകൾ ഉണ്ട് എന്ന് സ്വയം അവകാശപ്പെടുന്ന ഇന്ത്യക്ക് കുറേ കൂടി ക്രിയാത്മകമായി ഈ വിഷയത്തെ അഭിമുഖീകരിക്കാൻ കഴിയണമല്ലോ. ഇപ്പോൾ ഉദാഹരണത്തിന് ഇന്ത്യ പാക് ചർച്ചയുടെ ഘട്ടം വരുമ്പോൾ ഹുറിയത്ത് നേതാക്കന്മാരുമായി ചർച്ച നടത്താനുള്ള സന്നദ്ധത പാകിസ്ഥാൻ അങ്ങ് അറിയിക്കും. അതിൽ അവരുടെ നിക്ഷിപ്ത താല്പര്യമുണ്ടാകും. പക്ഷേ നാം എന്താണ് ചെയ്യുന്നത്? അധീരമായി പിന്മാറുകയാണ് ചെയ്യുന്നത്. അതിനപ്പുറത്തേക്ക് കടക്കാനുള്ള രചനാത്മകത എന്തുകൊണ്ടില്ലാതെ പോകുന്നു? തീർച്ചയായിട്ടും അത് നമ്മൾ കാണിച്ചേ മതിയാവുള്ളൂ. അതോടൊപ്പം ഈ ചൈനയും ഈ മേഖലയിൽ ഒരു പ്രധാനപ്പെട്ട കക്ഷിയാണെന്നുള്ളത് നമ്മൾ പരിഗണിക്കണം. ഇപ്പോൾ 1963 ഷക്ഷങ് വാലി എന്ന് പറയുന്നൊരു ചെറിയ പ്രദേശം, അത് POKയുടെ ഭാഗമായിരുന്നു. അത് ചൈനയ്ക്ക് കൈമാറിയിട്ടുണ്ട്. ആ മേഖല കേന്ദ്രീകരിച്ചിട്ടാണ് ഈ സിൽക്ക് റൂട്ടിൻ്റെ ഭാഗമായിട്ടുള്ള ഹൈവേ ചൈന നിർമ്മിക്കുന്നത്. അത് ചൈന പാകിസ്ഥാൻ ഇക്കണോമിക് കൊറിഡോറിൻ്റെയും ഭാഗമാണ്, ഗ്വദാർ തുറമുഖം പോലെ തന്നെ. അപ്പോൾ അവിടെ വരുമ്പോൾ ഇന്നിപ്പോൾ നമ്മൾ എടുക്കുമ്പോൾ ഈ കാശ്മീർ ഇഷ്യൂ എന്ന് പറയുന്നതിൽ ചൈന കൂടി ഒരു ഘടകമാണ്. അവിടെ പാക് ഒക്കുപൈഡ് കാശ്മീരുണ്ട്, ഗിൽജിത് ബാൾട്ടിസ്ഥാൻ മേഖലയുണ്ട്, ഇന്ത്യയുടെ ഭാഗമായിട്ടുള്ള കാശ്മീരുണ്ട്. ഇവിടെ ഈ 3 രാജ്യങ്ങളുടെയും താല്പര്യം ഇടകലർന്നിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ വളരെ കൃത്യമായ ഒരു ചൈന പാകിസ്ഥാൻ അലയൻസ് രൂപപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ കാശ്മീരിൽ ഉണ്ടാകുന്ന വിഷയങ്ങളെ നമ്മൾ ചൈന ഫാക്ടറിനെയും കൂടി കണക്കിലെടുത്തുകൊണ്ട് അതിനെ അഭിമുഖീകരിക്കാനുള്ള ഒരു ആർജ്ജമാണ് നമ്മൾ കാണിക്കേണ്ടത്. അതിൽ ഹുറിയത്തിന് മാത്രം പോരാ, ഈ ആഭ്യന്തരമായ രംഗത്ത് പ്രവർത്തിക്കുന്ന ശക്തികളെയും ഈ മേഖലയിൽ ഉൾപ്പെടുന്ന മറ്റ് പ്ലെയേഴ്സിനെയും കൂടി കണക്കിലെടുത്തുകൊണ്ട് ഒരു വിശാലമായിട്ടുള്ള സമീപനത്തിൽ പുലർത്തണം. അപ്പോൾ ചൈനയെ ഈ വിഷയത്തിൽ ന്യൂട്രലൈസ് ചെയ്യാനുള്ള ഒരു സാങ്കേതിക വിദ്യ നമ്മൾ ആർജിച്ചെടുത്തേ മതിയാവുള്ളൂ. ശരി, ശ്രീ MT രമേശ്, അതിർത്തി കടന്നുള്ള ഭീകരവാദം, അത് പ്രോത്സാഹിപ്പിക്കുന്ന രാഷ്ട്രം, ഇങ്ങനെയൊക്കെ പാകിസ്ഥാനെ ഇന്ത്യ വിമർശിക്കുന്നു. ശരി, മറുവശത്ത് കഴിഞ്ഞ ഒരു 30-35 ദിവസമായി, ഇന്നിപ്പോൾ 40ഓളം ദിവസമായി കശ്മീരിലെ ഒരു മേഖല കേന്ദ്രീകരിച്ച് അസ്വസ്ഥതകൾ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. മരണം ഇന്ന് 63. ഈ ഒരു വിഷയം പോലും പരിഹരിക്കാൻ നമുക്ക് പോരായ്മകളുണ്ട് എങ്കിൽ ഈ അതിർത്തി കടന്നുള്ള തീവ്രവാദവുമായി ബന്ധപ്പെട്ട ഗഹനമായ ചർച്ചകളിലേക്ക് പോകാം എന്ന അവകാശവാദത്തിന് എന്തെങ്കിലും ഒരു അടിസ്ഥാനമുണ്ടോ? സ്വന്തം ജനതയെ കൊന്നൊടുക്കിക്കൊണ്ടിരിക്കെ, അതിന് പരിഹാരം കാണാൻ കഴിയാതിരിക്കെ ഒരു ഭരണകൂടം പറയുകയാണ് അതിർത്തി കടന്നുള്ള തീവ്രവാദവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് മാത്രമാണെങ്കിൽ ചർച്ചയ്ക്ക് തയ്യാറ് എന്ന്. ഇതിൽ എത്രമാത്രം നമ്മുടെ സാഹചര്യങ്ങളുടെ യാഥാർത്ഥ്യത്തെ ഉൾക്കൊള്ളുന്ന നിലപാടാണ് എന്ന് അവകാശപ്പെടാൻ കഴിയുന്ന ഘടകങ്ങളുണ്ട്? വേണു, ഞാൻ അതിലേക്ക് വരുന്നതിന് മുമ്പ് കാശ്മീർ പ്രശ്നത്തിൽ പാകിസ്ഥാൻ്റെ തുറന്ന സമീപനമാണെന്നും ഇന്ത്യയുടെ അടഞ്ഞ സമീപനമാണെന്നുള്ള ഒരു പ്രസ്താവന വേണു ദേവിയെ തിരുത്തണം. അത് വേണുവിൻ്റെ മാത്രം ബോധമാണ്. ഇന്ത്യയിലെ പ്രധാന പ്രതിപക്ഷ പാർട്ടികളോ അല്ലെങ്കിൽ ഇന്ത്യക്കകത്തും പ്രവർത്തിക്കുന്ന ഏതെങ്കിലും സംഘടനകളോ ലോക സമൂഹമോ ഇതേവരെ പറയാത്തൊരു കാര്യമാണ്. ലോകം മുഴുവനും പറഞ്ഞിട്ടുള്ളത് ഈ കാര്യത്തിൽ ഭീകരവാദത്തിൻ്റെയും കാശ്മീർ വിഷയത്തിനടക്കമുള്ള പാകിസ്ഥാനുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളിലും ഇന്ത്യയുടെ സമീപനമാണ് തുറന്ന സമീപനമെന്നാണ്. എങ്ങനെയാണ് വേണുവിന് അടഞ്ഞ സമീപനമായി തോന്നിയതെന്ന് എനിക്കറിയില്ല. ഒരു കാര്യം. രണ്ടാമത്, ഈ സ്വന്തം ജനങ്ങളെ കൊന്നൊടുക്കുന്നു എന്ന് വേണു അതുപയോഗിച്ചത് കാശ്മീർ താഴ്വരയിൽ നടന്ന സംഭവങ്ങളെ കൊണ്ടായിരിക്കാം. ആ സംഭവത്തിന് പുറകിൽ അതിർത്തി കടന്നുള്ള തീവ്രവാദ സംഘടനകളാണ്, ഭീകരവാദികളാണ് എന്നുള്ളത് പകൽ പോലെ വ്യക്തമായിട്ടുള്ളതാണല്ലോ. അതുകൊണ്ടാണ് താഴ്വരയിലെ സാധാരണക്കാരായിട്ടുള്ള സിവിലിയന്മാരെ അതിർത്തി കടന്നുള്ള ഭീകരവാദികൾ ഉപകരണങ്ങളാക്കി മാറ്റുന്നു. പട്ടാളക്കാരെ ആക്രമിക്കാൻ പുറപ്പെടുന്ന ആരാണ്? സാധാരണ സിവിലിയന്മാരായിട്ടുള്ള ആളുകളല്ല. സിവിലിയന്മാർ വേഷത്തിലുള്ള തീവ്രവാദി ഗ്രൂപ്പിൽപ്പെട്ട ആളുകളാണ് പട്ടാളക്കാരെ ആക്രമിക്കാൻ മുതിരുന്നത് എന്ന് കാശ്മീരിൽ നിന്ന് പുറത്തു വരുന്ന എല്ലാ വാർത്തകളും സാധൂകരിക്കുന്നുണ്ടല്ലോ. അതുകൊണ്ടാണ് അതിർത്തി കടന്നുള്ള തീവ്രവാദം ഒരു പ്രധാനപ്പെട്ട വിഷയമായിട്ട് വരുന്നത്.
ഇവിടെ ശ്രീ ഭദ്രകുമാർ സാർ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ വിദേശകാര്യ സെക്രട്ടറിമാർ തമ്മിൽ നടത്തുന്നൊരു ചർച്ചയിൽ ഒരു ഘട്ടത്തിലും കാശ്മീർ പോലെയുള്ള വിഷയങ്ങൾ വരാൻ പറ്റില്ല. അദ്ദേഹം പറഞ്ഞതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം. കാരണം കാശ്മീർ ഇന്ത്യയുടെ അവിഭാജ്യ ഭാഗമാണ് എന്ന് ഇന്ത്യൻ പാർലമെന്റ് ഏകകണ്ഠമായി പാസാക്കിയുള്ള പ്രമേയം നമ്മുടെ മുമ്പിലുണ്ട്. ആ പ്രമേയം മുമ്പിലിരിക്കുമ്പോൾ വിദേശകാര്യ സെക്രട്ടറിക്ക് അതിനപ്പുറത്ത് എന്ത് നിലപാടാണ് സ്വീകരിക്കുക? അതുകൊണ്ട് ഒരു ഘട്ടത്തിലും വിദേശകാര്യ സെക്രട്ടറിമാരുടെയോ ഇനി വിദേശകാര്യ മന്ത്രിമാർ പോലും നടത്തുന്ന ചർച്ചയിൽ പോലും കാശ്മീരിനെ ഒരു വിഷയമാക്കി കൊണ്ടുവരാൻ ഒരു ഘട്ടത്തിലും BJP ഗവൺമെന്റ് ആയാലും UPA ഗവൺമെന്റ് ആയാലും ഏത് ഗവൺമെന്റ് ആയാലും സാധിക്കില്ല. അങ്ങനെ ശ്രമിച്ചിട്ടുമില്ല. പക്ഷേ പാകിസ്ഥാനുമായി നാം ചർച്ചയ്ക്ക് തയ്യാറാണ്. ആ ചർച്ച എന്ന് പറയുന്നത് മറ്റു പല വിഷയങ്ങളുമായി ബന്ധപ്പെട്ടാണ്. അതിലൊരു വിഷയം നാം പറയുന്നത് നമ്മുടെ രാജ്യത്തിനകത്ത് തീവ്രവാദ സംഘടനകളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പാകിസ്ഥാൻ നടത്തിക്കൊണ്ടിരിക്കുന്ന ഭീകരവാദ പ്രവർത്തനമാണ്. ആ ഭീകരവാദ പ്രവർത്തനം ചർച്ച ചെയ്യണം എന്ന് നാം ആഗ്രഹിക്കുന്നു. അത് ചർച്ചയ്ക്ക് പാകിസ്ഥാൻ തയ്യാറുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമായിട്ട് ഇന്ന് ഇന്ത്യ ഗവൺമെന്റ് മുമ്പോട്ട് വെച്ചിട്ടുള്ളത്. ശരി, ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, ആദ്യമായി പാകിസ്ഥാന് തുറന്ന സമീപനം എന്ന് പറയുമ്പോൾ അതിലുള്ള അവരുടെ നിക്ഷിപ്ത താല്പര്യത്തെ